നമ്മൾ നിൽക്കുന്നത് കൊളകപ്പാറ മലയുടെ മുകളിലാണ്. അതായത് മീനങ്ങാടിയിൽ നിന്ന് ബത്തേരി പോകുന്ന ഭാഗത്ത് കൊളകപ്പാറ ഹിൽസ് എന്ന് പറഞ്ഞ മലേൻ്റെ മുകളിലാണ് നിൽക്കുന്നത് നമ്മൾ. ഇത് ഈ ദുഃഖവെള്ളിയ സമയത്ത് ക്രിസ്തുമത വിശ്വാസികളായ ആളുകൾ കുരിശക്കെടുത്ത് കയറുന്ന ഒരു മലയാണ്. ഇത് സർക്കാരിൻ്റെ ആണ് മല. ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അവരുടെ ഇതൊക്കെ കഴിഞ്ഞു. ഏപ്രിൽ മാസമൊക്കെ കഴിഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞു. ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ തനിച്ചൊന്ന് കയറി നോക്കിയതാണ്. ഇവിടെ ആളുകൾ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതാണ്, ഒറ്റയ്ക്കാരും വരാറില്ല. നമ്മളിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ദൂരെ കാണുന്നത് കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് കാണുന്നത്. ഇതിലൂടെ കുറച്ച് നടന്നാലേ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. ചിലപ്പോൾ നമ്മളൊരു പന്നിനെയെങ്കിലും പേടിക്കും. ഒരു പന്നി വിചാരിച്ചാൽ നമുക്കൊരു പണി തരാൻ കഴിയും. താഴ്വാരത്തേക്ക് അത് കാണുന്നത് കാരാപ്പുഴ ഡാമാണ് ദൂരത്ത് കാണുന്നത്. ഇത് കൃഷ്ണഗിരി ഭാഗം. ഇത് ഇതിൻ്റെ താഴ്വാരങ്ങൾ. അതാ കൃഷ്ണഗിരി സ്റ്റേഡിയം ദൂരത്ത് കാണുന്നത്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ദൂരത്ത് കാണുന്നത്. ഇതിൻ്റെ ചുറ്റുഭാഗത്തും ക്രഷറുകളൊക്കെ ഉണ്ട്. മലയുടെ മറ്റൊരു ചരിവാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനൊക്കെ. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഒറ്റയ്ക്കല്ല, കുറച്ച് ആളുകളൊക്കെ ഒരുമിച്ച് ഇവിടെ വന്ന് നോക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. എല്ലാവർക്കും ഒന്ന് വന്ന് നോക്കാവുന്നതാണ്. താഴ്വാരത്തെ വീടുകൾ, വയൽ, നെൽപ്പാടങ്ങൾ, നല്ല ഭംഗിയാണ്. കാറ്റൊക്കെ കെട്ടിട്ടിങ്ങനെ ഇരിക്കാം. ലിക്കറൊന്നും കൊണ്ടുവന്ന് ചിലപ്പോൾ താഴത്തോട്ട് പോയാൽ പിന്നെ കിട്ടൂല. എൻ്റെ താഴ്വാരത്തിരുന്നിട്ട് ആളുകളൊക്കെ കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ദൂരത്ത് കാണുന്നു. കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയറാണ് അത് കാണുന്നത്. ബത്തേരി നേരം കാണാം. അതൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. മലേൻ്റെ പല ഭാഗത്തു നിന്നുള്ള വ്യൂകളാണ് താഴത്തേക്കുള്ളത്. കാരാപ്പുഴ ഡാമിൻ്റെ കാഴ്ച, മലേൻ്റെ തന്നെ ഭാഗങ്ങൾ. മലയുടെ തന്നെ ഭാഗങ്ങൾ പറയാനൊന്നുമില്ല. എല്ലാവരും വന്ന് നോക്കി ഒരു പ്രാവശ്യമൊക്കെ കാണാൻ പാകത്തിനുള്ള സാധനമാണ്. ഒരു ഗുഹ പോലുള്ളൊരു സംഭവം. ഗുഹ പോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാലേ ഈ മുനമ്പരൊക്കെ നടക്കാം നമുക്ക്. ഈ ഗുഹ പോലുള്ള സ്ഥലങ്ങളാണ് ഇവിടെയുള്ള. മൃഗങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. പുലിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇവിടെയിലേക്ക്. പശുവിനെയും പശുക്കിടാവിനെയും പട്ടീനെയൊക്കെ പിടിച്ചിട്ട് പോയി എന്നെല്ലാം പറഞ്ഞിട്ട്. ഇതിലൂടെ നമുക്കൊന്ന് നടന്നു നോക്കാം. കുറച്ച് താഴ്വാരത്തേക്കുള്ള നല്ല കാഴ്ച. താഴത്തേക്ക് പോയാൽ നല്ല പണിയാവും. ഈ ഭാഗത്ത് നല്ല കാഴ്ച. നല്ല കാഴ്ചയല്ലേ? ഒരു മലയുടെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച. എല്ലാവരും വരുന്നുണ്ട്, ട്രക്കിങ്ങിന് വരുന്നുണ്ട്. അതുകൊണ്ട് വന്നു നോക്കിയതാണ്. ഇനി കൂടുതൽ കാഴ്ചകൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ചെറിയ കുന്നുകൾ, അങ്ങനെ ആരും അഭിപ്രായങ്ങളൊന്നും പറഞ്ഞു കണ്ടില്ല. കമൻ്റൊന്നും ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് വെറും സഹിക്കാൻ പറ്റാത്ത തെറി ഒഴിവായ ബാക്കിയെല്ലാം എന്ത് പറയാം. നമ്മൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ കമൻറ്റുകളെ.
ആരും ഒരു കമൻറ്റും ചെയ്യാറില്ല. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബറൊക്കെ കൂടുതലാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കഷ്ടപ്പെടുന്നതിന് ഒറ്റക്കാലം പോയി ഈ ഗുഹേനുള്ളിൽ ചിലപ്പം മൃഗങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടേക്കും ഉണ്ടോ. വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊന്നുമില്ല, വെറും കൈ കൊണ്ട് അടി നേരിടണ്ടേ. വെറും കൈ അല്ലാതെ ഒരു വെള്ളക്കപ്പ് പോലും ഇല്ല. പാറയിടുക്കിലൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഓടുന്നത് കണ്ട, പക്ഷെ നമ്മളെ ക്യാമറയ്ക്ക് കിട്ടിയില്ല, അതാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്ന് നോക്കാം, ഇവിടെയൊക്കെ ഇരിക്കുകയോ ചെയ്യാം. നല്ല കാഴ്ചയാണ്. ലിക്കറൊന്നും ഇല്ലാണ്ട് വരണം. കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴത്തേക്ക് പോയാൽ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ കുറച്ച് ആളുകളൊക്കെ വേണം, ഒരു 2-3 ആളുകൾ എങ്കിലും വേണം, എന്നാലൊരു ഭംഗി, ഒരു സുഖം ഉണ്ടാവും. എന്നാൽ പിന്നെ 2 കഴിച്ചാലും കുഴപ്പമില്ല, നോക്കാൻ ആളുണ്ടല്ലോ. ഇതിലൂടെയൊക്കെ ഇറങ്ങി നടക്കാം നമുക്ക്. താഴത്തേക്ക് നല്ല പോയി വെക്കാം, എന്തെങ്കിലും കാണുമെന്ന്. അപ്പം അങ്ങ് വീഴുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ വീഴൊന്നുമില്ല. ഈ എളുപ്പം കാലത്ത് ഇവർ വേറെ എവിടെയെങ്കിലും ഉള്ളിലേക്ക് മാറിയിരിക്കുകയായിരിക്കും. ഗുഹേൻ്റെ അടിയിൽ കൂടെയൊക്കെ പോയി നോക്കാം. താഴേക്ക് കുറച്ചിറങ്ങി നോക്കാം. ആളുകളൊക്കെ വരുന്നതാണ്, പക്ഷെ എപ്പോഴുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഉപദ്രവിക്കും. ആണോ, നമ്പറൊക്കെ എഴുതി ചെയ്യുന്നു. ക്രിസ്തുമത വിശ്വാസികളുടെ പാപപരിഹാര യാത്രയൊക്കെ നടത്തുന്ന ദുഃഖ വെള്ളിയാഴ്ച, അതിൻ്റെ നമ്പറാണ് അത്. താഴോട്ടിറങ്ങാം. താഴോട്ടിറങ്ങിയിട്ടേ കുറച്ച് നോക്കാം നമുക്ക്. എന്താണ് സ്ഥിതി എന്ന് നോക്കാമല്ലോ. താഴോട്ടിറങ്ങാം. ഇറങ്ങാൻ ഇച്ചിരി പാടൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി. അവിടെ ചെറിയൊരു പേടി നമുക്ക് തോന്നില്ലേ? അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നും അല്ലേ? ഇതിന് നടക്കാം. ചെറിയ പേടിയൊക്കെ തോന്നണമല്ലോ. പേടിയില്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുക? അല്ലെങ്കിൽ ഇറങ്ങിയത് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ബാണാസുര സാഗർ വീണ്ടും വന്നു നമ്മുടെ കാഴ്ചയിൽ. ബാണാസുര സാഗറല്ല, കാരാപ്പുഴ ഡാം. കാരാപ്പുഴ ഡാമാണ്. കുപ്പിയും പ്ലാസ്റ്റിക്കും ആളുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും മറ്റുള്ള മലയിലൊക്കെ നോക്കുന്ന വെച്ച് നോക്കിയാൽ ഇവിടെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 1-2 കുപ്പി 1-2 പ്ലാസ്റ്റിക്കൊക്കെ കണ്ടു, അല്ലാണ്ട് കൂടുതലൊന്നും ഇട്ടിട്ടില്ല. ആരാണോ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വരുന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് വേണ്ടാന്ന്. വേറെ പല മല കയറി നോക്കുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര മാലിന്യമാണ്. പ്ലാസ്റ്റിക്, കുപ്പി എല്ലാം ഉണ്ട്. ഇവിടെ 1-2 ഉണ്ട്. എന്നാലും അതിനെ പിടിച്ച് നോക്കുമ്പോൾ എത്രയോ മെച്ചമുണ്ട്. ഇതിലാണ് നമ്മൾ കുറച്ച് ഇതിൻ്റെ വേറൊരു നിരപ്പാണ്.
കണ്ടാൽ നമ്മളിത് ഇങ്ങനെ നടക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ത്രില്ലുള്ളൂ. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇതും ഒരു ഇടുക്കാണ്. മൃഗങ്ങൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം ഇതൊക്കെ ഉണ്ട്. മൃഗങ്ങൾക്കൊക്കെ ഒളിച്ചിരിക്കാൻ രാത്രിയൊക്കെ കണ്ടോ. ഇതിലേക്ക് പോയാലും ഗുഹകളാണ്. നീർച്ചാലും ഒഴുകും. ഇപ്പം മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഒരു മഴ പെയ്തതിൻ്റെയാണ് ചെറിയ വെള്ളം, അല്ലെങ്കിൽ നല്ല വേനലല്ലേ. എന്താ കാണുന്നു? അടുത്ത് കാണുന്നു നല്ല പച്ചപ്പും ഒരു ഇരുട്ടുമൊക്കെ ആയി ഭാഗത്ത്. ഇടുങ്ങിയ സ്ഥലം. കാരാപ്പുഴ ഡാമിൻ്റെ ദൂരക്കാഴ്ച. നല്ല പച്ചപ്പും നല്ല ഇരുട്ടും. സിംഹമൊന്നും ഏതായാലും ഇല്ല. പുലിയുണ്ട്, നമ്മുടെ നാട്ടിലുള്ള നാടൻ പുലിയുണ്ട്. ചിലപ്പോൾ എപ്പോഴാണ് ചാടി വീഴുകയെന്ന് പറയാൻ പറ്റില്ല. ചാടി വീണാൽ നമ്മൾ കൈകൊണ്ട് നേരിടേണ്ടി വരും. ഒരു ആയുധവും കഴിഞ്ഞു, ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, ആരുമില്ല, കൂട്ടിനാരുമില്ല. നമ്മളെ യാത്രകളെല്ലാം ഒറ്റയ്ക്ക്, എല്ലാ സ്ഥലത്തും ഒറ്റയ്ക്ക് തന്നെ. കാട്ടിലും മേട്ടിലും കടലിലും എല്ലായിടത്തും ഒറ്റയ്ക്ക്. ഇതും ഒരു ഇടുക്കാണ്. മൃഗങ്ങൾക്കൊക്കെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ നമ്മളെ ഇത്ര ഇവിടെ എത്തിപ്പോയി. ജനവാസ മേഖലയോട് ഇറങ്ങാൻ പോകുന്നു. മലേൻ്റെ ടോപ്പെല്ലാം കഴിഞ്ഞു. അങ്ങനെ അത്യുഗ്രം മലയൊക്കെ കഴിഞ്ഞു. ഇനി താഴ്വാരത്ത് കൂടിയാണ്. താഴ്വാരത്തുകൂടി നടന്നിട്ട് താഴ്വാരായില്ല, താഴ്വാരത്തിന് തൊട്ടു രണ്ടാമത്തെ ഒരു നിലയിൽ ഒരു മലയാണ്. ഇതിലൂടെ എനിക്ക് കുറേ നോക്കാണ്. മൃഗങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. പന്നികളൊക്കെ ഇഷ്ടം പോലെ. പന്നി വരെ നമ്മളെ ഉപദ്രവിക്കും. പന്നീനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പന്നി കുത്തിന് നല്ല പരിക്ക്. ചെറിയ പാറയിൽ നിന്ന് നീരുറവ് വരുന്നുണ്ട്. 2-3 ദിവസം മുമ്പ് ഇവിടെ മഴ പെയ്യുന്ന കൊടുമേലല്ലേ, ഇവിടെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതും മൃഗങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങാം. കണ്ടോ, ഇതൊരു ചെറിയ നിരപ്പുള്ള സ്ഥലം. നിരപ്പ് സ്ഥലത്ത് കൂടി നമ്മൾ കുറച്ച് പേര് നടന്നു. ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുമ്പോൾ വീണ്ടും കാണുന്നതാണ് കാരാപ്പുഴ ഡാം. കാരാപ്പുഴ ഡാം കഴിഞ്ഞിട്ട്
എല്ലാവരും അഭിപ്രായം പറയണം. കാരണം നമ്മുടെ ശബ്ദം ഇതുവരെ വോയിസ് അങ്ങനെ ഇടാറില്ല. കാരണം നമ്മുടെ വോയിസിനെ പറ്റിയിട്ട് നമുക്ക് തന്നെ അത്ര വലിയ ഒരു ഇഷ്ടമില്ലാത്ത കാരണമായിരുന്നു വോയിസ് ഒന്നും ഇടാതെ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് പേര് നിർദ്ദേശിച്ചു എന്നാൽ വോയിസ് കൊടുക്കാൻ. മോശമാണെങ്കിൽ മോശമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല. നമുക്കറിയാൻ പറ്റില്ല, നമുക്ക് തിരുത്താൻ പറ്റും. ഇതിനെയൊക്കെ മാറ്റണമെന്നുള്ളത് എല്ലാവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് വിലപ്പെട്ടതാണ്. അത് നല്ലത് മാത്രം വേണമെന്നല്ല പറയുന്നത്. നല്ലതുണ്ടെങ്കിൽ പറയാം, മോശം ആണെങ്കിൽ മോശം എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. അതാ വേണ്ടത്. നമുക്ക് മോശമാണെങ്കിൽ മോശം എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് തിരുത്താൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം. ദയവ് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് നന്നാക്കാനായിട്ട് കഴിയും. ഇങ്ങനെ ഈ ഭാഗത്തെത്തി. ഇപ്പം ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മലേൻ്റെ ഒരു മൂന്നാം ഭാഗത്തിലേക്ക്, അടിവാരം എത്തുന്നതിന് മുമ്പുള്ള ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി കഴിഞ്ഞിരിക്കുക. ഇത്രയും നിരപ്പാണ്. ഈ സ്ത്രീകളും കുട്ടികളും നടക്കുന്ന ആളുകളെ ഈ മല കയറുന്നവരെ സമ്മതിക്കണം കേട്ടോ. അവരെ എല്ലാ പാവങ്ങളും സത്യത്തിൽ അന്നേരം പോവുമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എന്താ അഭിപ്രായം അങ്ങനെ ചെയ്യുന്നുണ്ട്? വ്യക്തിപരമായിട്ട് അതുകൊണ്ടൊന്നും ഗുണമുണ്ടോയെന്നോ ഗുണമില്ലയോ എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എവിടെ എത്തിയെന്ന് ഇവിടെയും കുറച്ച് മൃഗങ്ങളൊക്കെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ജനവാസ മേഖലയിൽ നിന്ന് ഒരുപാട് അകലെയല്ല. ഇപ്പം നമ്മൾ അതിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട്. നമ്മൾ ഏകദേശം അടിഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട്. എന്നാലും ഇത് ജനവാസ മേഖലയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, കാടാണിത്. ജനവാസ മേഖലേൻ്റെ നിരപ്പായ സ്ഥലത്തെത്തി. ഇനി പക്ഷേ കാട് തന്നെയാണുള്ളത്. ഇനി അങ്ങോട്ട് കാട് തന്നെയാണ്. മൃഗങ്ങൾക്കുള്ള ഗുഹകളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അങ്ങോട്ട് ചെന്നാലും കാടുകൾ തന്നെയാണ്. ഇപ്പോൾ ഒരു വിധം നിരന്ന സ്ഥലത്തെത്തി, നിരന്ന ഭാഗത്തെത്തി, താഴത്തെത്തി. താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഉയർത്താണ്. താഴെ എത്തിക്കഴിഞ്ഞാലും ജനവാസ മേഖലേൻ്റെ അവിടെ എത്തിയാലും ഇത് കണ്ടോ, നല്ല ഉയർന്ന ഒരു കുന്നായത്, ഒരു മലയാണ്. ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വരേണ്ടതാണ്. നിങ്ങൾ വിശ്വാസിയായിട്ട് വന്നില്ലെങ്കിലും ഒരു മല കയറാൻ വേണ്ടിയിട്ട് ഒരു യാത്രക്കാരനായിട്ട് വന്നാലും നല്ലതാണ്. വിശ്വാസിയായിട്ട് വരാനൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ്. സർക്കാരിൻ്റെ സ്ഥലമാണ്. ട്രക്കിങ്ങിന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നിരന്ന സ്ഥലത്തെത്തി. താഴെ എത്തിപ്പോയി. ജനവാസ മേഖലേൻ്റെ അവിടെ എത്തിപ്പോയി. ജനവാസ മേഖലേൻ്റെ അവിടെ ഒരു എന്തോ ഇതാണത്. ഇത് ഞാൻ കൂടി ചെല്ലുമ്പോഴേ കുറച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് എത്തും. അടുത്തൊരു ബിൽഡിങ്ങാണത്. എന്തോ റെസ്റ്റ് ഹൗസോ അങ്ങനെ എന്തോ സംഭവം. യെസ്, അങ്ങനെ നമ്മൾ പോവുകയാണ് തിരിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയിക്കണം. ഇഷ്ടപ്പെടില്ലെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.